Hello students, welcome to this channel. Today we are going to learn about the topic maximal minimal element. Maximal minimal element ആകുമ്പോൾ ഇതും കഴിഞ്ഞ വീഡിയോയുടെ അതേ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ഹെയ്സ് ഡയഗ്രാം ആണ്. ആ ഹെയ്സ് ഡയഗ്രാം കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ മാക്സിമൽ മിനിമൽ എലമെൻ്റ് ആണ്. അപ്പോൾ ഹെയ്സ് ഡയഗ്രാം അറിയാമെങ്കിൽ അല്ലെങ്കിൽ അതിൽ വരുന്ന കാൽക്കുലേഷൻസ് ഒക്കെ തന്നെ ഇതിൽ വേണം. എക്സ്ട്രാ വൺ മോർ സ്റ്റെപ്പ് കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ മാക്സിമൽ മിനിമൽ എലമെൻറ്റ് മീൻസ് നമുക്ക് ആദ്യം വേണ്ടത് ഒരു നോൺ എംപ്റ്റി സെറ്റ്. അപ്പോൾ എങ്ങനെ അസ്യൂം ചെയ്യണം? ലെറ്റ് എ ബി എ നോൺ എംപ്റ്റി സെറ്റ്. അപ്പോൾ അങ്ങനെ എടുക്കാം. ലെറ്റ് എ ബി എ നോൺ എംപ്റ്റി സെറ്റ് എന്ന് എടുക്കുക. അതിനുശേഷം നമുക്കൊരു ആർ എന്നുള്ളത് എടുക്കണം. ആർ ഡിനോട്ട്സ് ദ റിലേഷൻ ഒന്ന് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എടുക്കുക? ദെൻ the ordered pair A, R is a poset or a partially ordered set. Then an element X belongs to A. That means the condition is if for all A belongs to A, അതായത് ഈ സെറ്റിനകത്തുനിന്ന് ഒരു എലമെൻറ്റ് നമ്മൾ എടുക്കുവാണ്. അപ്പോൾ അതിനകത്ത് തന്നെ വേറൊരു എലമെൻ്റ് എടുത്തിട്ട് നമ്മൾ പറയുന്നു ആ രണ്ട് എലമെൻറ്റ്സും ഈക്വൽ അല്ല, അപ്പോൾ അവർ തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അപ്പോൾ ആ സെറ്റിനകത്തുനിന്ന് ഏത് രണ്ട് എലമെൻറ്റ് എടുത്താൽ, അതായത് ഏതെങ്കിലും രണ്ട് എലമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദേ ആർ നോട്ട് ഈക്വൽ ആൻഡ് ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ ദോസ് ടു എലമെൻറ്റ്സ്. സോ ദെൻ വി സേ ദാറ്റ് എലമെൻറ്റ് എക്സ് ഇസ് കോൾഡ് എ മാക്സിമൽ എലമെൻറ്റ്. സോ ദിസ് ഇസ് ദ കണ്ടീഷൻ ഗിവൺ ഹിയർ. സിമിലർലി ഇത് മാക്സിമൽ എലമെൻറ്റ് എന്ന് പറയുന്നത് മാക്സിമൽ എലമെൻറ്റ് ഓർ മാക്സിമൽ എലമെൻറ്റ്സ്. അപ്പോൾ ഈ മാക്സിമൽ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫ് ഇത് എവിടെ കണ്ടെത്തണം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫിൽ ഒരു പോസിറ്റ് ഗ്രാഫ്, അതായത് നമുക്ക് പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതായത് ആ സെറ്റ് ഒരു പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ ആയിരിക്കണം. എന്നാൽ അവിടെ ആ റിലേഷൻ റിഫ്ലക്സീവ് ആയിരിക്കണം, ആൻറ്റി സിമെട്രിക് ആയിരിക്കണം, അതുകൂടാതെ ട്രാൻസിറ്റീവും ആയിരിക്കണം. അപ്പോൾ ഒരു റിലേഷൻ നമ്മൾ എടുക്കാൻ നേരത്ത് ഇത് മൂന്ന് കണ്ടീഷൻസും അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൂടാതെ ആ സെറ്റിൽ ഒരു മാക്സിമൽ എലമെൻറ്റ്, അപ്പോൾ അത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് നമുക്ക് ഹെയ്സ് ഡയഗ്രാമിൽ മാത്രമേ ഉള്ളൂ. സോ അതേപോലെ തന്നെ എങ്ങനെയാണ് മിനിമൽ എലമെൻറ്റ് കണ്ടെത്തുക? ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് y belongs to A such that there exists another element B belongs to A such that B and Y are not equal. Then P is not related to Y. ഇതേപോലെ തന്നെ മിനിമൽ എലമെൻറ്റ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതായത് രണ്ട് എലമെൻറ്റ്സ് ഒരേ സെറ്റിനകത്ത് എടുക്കുമ്പോൾ അവർ രണ്ടുപേരും ഈക്വൽ അല്ല, എന്നാൽ അവർ തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ മാക്സിമൽ എലമെൻറ്റിന് ഇൻവേർഡ്സ്, അതായത് ഇതിപ്പോൾ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയുമ്പോൾ എങ്ങനെ പറയും? ഇൻ എ പോസിറ്റ് ആൻ എലമെൻറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എനി അതർ എലമെൻറ്റ്. അപ്പോൾ മാക്സിമൽ എന്ന് പറയുമ്പോൾ ആൻ element അത് പോസിറ്റിനകത്താണ്. an element is not related to any other element. This is the condition. So now ഇപ്പോൾ ഇതിനകത്ത് അതേപോലെ തന്നെ മിനിമൽ എലമെൻറ്റിനെ പറയുന്നത് ഇൻ എ പോസിറ്റ് നോ എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ആൻ എലമെൻറ്റ്. സോ നോ എലമെൻറ്റ് ഈസ് റിലേറ്റഡ് to an element. ഇങ്ങനെയും പറയും ഇൻവേർഡ്സ്. അപ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് എന്തൊക്കെയാ അതിൽ? ഇപ്പോൾ മാക്സിമൽ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ഹയ്യസ്റ്റ് എലമെൻ്റ് ആണ്. യെസ്, ബട്ട് ഹയ്യസ്റ്റ് തന്നെയാണ്, പക്ഷേ അതിൽ മോർ ദാൻ വൺ വരാം. So there can be more than one maximal or minimal element. Now the second point is maximal and minimal elements are easy to spot using the Hasse diagram. ഹെയ്സ് ഡയഗ്രാം ഉണ്ടെങ്കിൽ ഈസി ആയിട്ടും ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. നൗ ദേ ആർ അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം എലമെൻറ്റ്സ് ഇൻ ദ ഹെയ്സ് ഡയഗ്രാം. സോ ദേ ആർ അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം എലമെൻറ്റ്സ്. ദാറ്റ് മീൻസ് വെൻ അറേഞ്ചിങ് ഫ്രം ദ ലോവസ്റ്റ് ടു ഹയസ്റ്റ്, ദ ടോപ്പസ്റ്റ് എലമെൻറ്റ്, ദ എലമെൻറ്റ് വിച്ച് കംസ് അറ്റ് ദ ടോപ്പ് ഇസ് ദ മാക്സിമൽ എലമെൻറ്റ് ആൻഡ് ദ എലമെൻറ്റ് വിച്ച് കംസ് ബിലോ, അതായത് ദാറ്റ് മീൻസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ എലമെൻറ്റ് ഇസ് കോൾഡ് as the minimal element. So now let me explain these things with an example. So here let u is equal to 1 2 3
means a set of all u is given here. Now we are going to define a relation A is equal to P of U. That means it is the poset. So now here what are the posets? So now here it is not R, ഇവിടെ A ആണ്. A equal to, the relation is defined as phi 1, that means the poset 1 2 3 യുടെ posets ഏതൊക്കെയാണ്? empty set, singleton set 1, singleton set 2, singleton set 3 and set of all 1 2 1 3 2 3, set of all 1 2 3. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷനിൽ വരുന്ന എലമെൻറ്റ്സ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഗ്രാഫിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇച്ചിരി വലുതാണ്. അതായത് ഞാൻ ഇതിൻ്റെ ഹെയ്സ് ഡയഗ്രാം കണ്ടെത്തുന്ന കാൽക്കുലേഷൻ ഇവിടെ ചെയ്യുന്നില്ല. ഞാൻ അത് ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് ഞാനിവിടെ അതിൻ്റെ ഹെയ്സ് ഡയഗ്രാം ഞാൻ തരാം. അപ്പോൾ ഇതിൻ്റെ ഹെയ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വി ക്യാൻ ഗിവ് ലൈക്ക് ദിസ്. ദ ലീസ്റ്റ് എലമെൻറ്റ് ഇസ് 5, ദെൻ ഹിയർ 1, set of all 1, set of all 2, set of all 3, like this. 1 is connected, then 2 is connected, then 3 is connected. Now 1 and 2 are connected, so this is set of all 1 2 is a subset, then 2 3. The next one is, so here overlapping വരുമ്പോൾ ഇങ്ങനെ ഈ നൊട്ടേഷനിൽ എടുക്കുക. So this is 1 3 and above all is set of all 1 2 3. So I can connect this to 1 2 3. This is the Haze diagram. ഇതിൻ്റെ കാൽക്കുലേഷൻ, അതായത് ഈ ആൻസർ എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഹേസ് ഡയഗ്രാം, അതായത് ഇതിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് എം ടി സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും കണക്ട് ചെയ്യണം. എം ടി സെറ്റിനെ ഈ എല്ലാ എലമെൻസിൻ്റെ കൂടെ 1ൻ്റെ കൂടെ 2ൻ്റെ കൂടെ 1 2 1 3 2 3 3 ആൻഡ് 1 2 3 എല്ലാത്തിൻ്റെ കൂടെയും കണക്ട് ചെയ്യുക. അടുത്തത് 1 എന്ന് പറയുന്നത് ഏതിൻ്റെ കൂടെ കണക്ട് ചെയ്യേണ്ടതാ? 1 2 ആൻഡ് ദെൻ എഗെയിൻ 1 2 3 കണക്ട് ചെയ്യണം, 2 3 അതിലോട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ എല്ലാത്തിലും ഒരുപാട് എഡ്ജസ് വരും. പിന്നെ സിംഗിൾട്ടൺ സെറ്റ്, അതുപോലെ തന്നെ സെൽഫ് ലൂപ്പ് എല്ലാം നമ്മൾ കണക്ട് ചെയ്യണം. എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഹേസ് ഡയഗ്രാം കണ്ടെത്തുമ്പോൾ ദിസ് ഇസ് ദ ഹേസ് ഡയഗ്രാം. ഫൈനലി നമുക്ക് കിട്ടുന്ന ഹേസ് ഡയഗ്രാമാണ് ഇത്. ഞാനിവിടെ ആൻസർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. യു ട്രൈ ദിസ്. ഇഫ് യു വോണ്ട് ദ കാൽക്കുലേഷൻസ് യു ക്യാൻ ആസ്ക് മീ. അപ്പോൾ ഹേസ് ഡയഗ്രാം ഇതാണ്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞതാണ്. ഈ ഹേസ് ഡയഗ്രാമിൽ തന്നെ നമുക്കിപ്പോൾ മാക്സിമൽ എലമെൻറ്റ് മിനിമൽ എലമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓർ യു ട്രൈ ദിസ് ആസ് എൻ എക്സസൈസ് ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഫോർ ദിസ്. സോ നൗ ഹിയർ ദ മാക്സിമൽ എലമെൻറ്റ് ഏതാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മാക്സിമൽ എലമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു എലമെൻറ്റ്, അതായത് ആ പോസിറ്റിനകത്ത് ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റ് വേറെ ആരുമായിട്ടും റിലേറ്റഡ് അല്ല. അപ്പോൾ മാക്സിമൽ എലമെൻറ്റ് ഇസ് ഈക്വൽ ടു, സി ലിസൺ ഹിയർ, 5 is related to 1, 1 is related to 1 2, വീണ്ടും അതിൽ നിന്ന് മാക്സിമം ഉണ്ട്. അപ്പം അവിടെ നിന്നും അത് കണക്റ്റഡാണ്. പക്ഷേ ഇവിടെ 1 2 3യിൽ എല്ലാം അവസാനം വന്ന് നിൽക്കുന്നത് 1 2 3, സെറ്റ് ഓഫ് ഓൾ 1 2 3യിലാണ്. അതായത് ദിസ് സെറ്റ് ഇസ് ഈക്വൽ ടു യു ആണ്. അപ്പോൾ ഈ യുവിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് വേറെ കണക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. നോ. സോ ദെയർഫോർ ദ മാക്സിമൽ എലമെൻറ്റ് ഇസ് ഈക്വൽ ടു യു ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് മിനിമൽ എലമെൻറ്റ്. അപ്പോൾ നമ്മുടെ മിനിമൽ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു എലമെൻ്റ് ആയിരിക്കണം, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി connected with any other elements. That means no element is related to an element. Now here 1 2 3 is connected to 1 2 1 3 2 3. Now 1 2 is connected to 1 2, then 1 3 is connected to 1 3, 2 3 is connected with 2 and 3. Similarly 1 is connected with 2 empty set, 2 is connected with 5, 3 is also connected with 5. But 5 is now not connected with any other elements below. 5ക്ക് താഴെ വേറെ എലമെൻറ്റ്സ് ഇല്ല. So therefore the minimal element is the empty set. So here in this Haze diagram, this is the Haze diagram. ഈ Haze diagramൽ തന്നെ, അതായത് ഈ Haze diagramൽ വരുന്ന മാക്സിമൽ എലമെൻറ്റ് എന്ന് പറയുന്നത് u and the minimal element is the empty set 5. So this you can understand, I think. Now let me move on to the next example. So there I have explained. പിന്നെ എനിക്ക് തോന്നി ശരി, അപ്പോൾ ഹേസ് ഡയഗ്രാം എന്തായാലും ഒന്ന് വരച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
The next question is, see here, which element of the pose set, so which element of the pose set is S equal to set of all set തരണം, ഒരു റിലേഷൻ വേണം, എന്നിട്ട് നമുക്ക് അതിൽ ചോദിച്ചിരിക്കുന്നത് അതിൽ ഏതൊക്കെയാണ് മാക്സിമൽ ഏതൊക്കെയാണ് മിനിമൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് തന്നിട്ടുള്ളത് S is equal to 2, 4, 5, 10, 12, 20, 25. 6 തന്നിരിക്കുന്നത് എക്സാക്ട്ലി ഡിവൈഡ്സ് ദ റിലേഷൻ. അപ്പോൾ റിലേഷൻ വന്നിട്ട് നമുക്ക് ഡിവിഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ റിലേഷൻ ആർ തന്നിരിക്കുന്നത് ഡിവിഷൻ, ബട്ട് റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ ലെറ്റ് us ഡിഫൈൻ ദ റിലേഷൻ ആൻഡ് ദെൻ വി ഷാൽ മൂവ് ഓൺ ടു ദ ഡയറക്റ്റഡ് ഗ്രാഫ് ആൻഡ് ദെൻ വി ഷാൽ മൂവ് ഓൺ ടു ദ ഹേസ് ഡയഗ്രാം. അപ്പോൾ ആദ്യം റിലേഷൻ ആർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെൻ്റ് എടുക്കുക. ആ ഫസ്റ്റ് എലമെൻ്റ് എടുക്കുമ്പോൾ ഈ ഡിവൈഡ്സ് അതർ എലമെൻറ്റ്സ് ആണോ എന്ന് നോക്കണം. വിച്ച് ആർ ദ എലമെൻറ്റ്സ്? 2 divides 4 ആണ്. 2 does not divides 5. അപ്പോൾ 2 divides 4, 2 divides 10, 2 divides 12, 2 divides 20. No, yes, 2 does not divide 25. അപ്പോൾ 2 divides itself also. അപ്പോൾ 2, 2, 2, 4, 2, 10, 2, 12, 2, 20. ഇനി അടുത്ത എലമെൻറ്റ് 4. 4 will not divide 2. 5നെ ഡിവൈഡ് ചെയ്യത്തില്ല, 10നെ ഡിവൈഡ് ചെയ്യത്തില്ല, പക്ഷേ 12ഉം 20യും ഡിവൈഡ് ചെയ്യും. പിന്നെ ഇറ്റ് സെൽഫ്, അപ്പോൾ 3 എണ്ണം വരും. 4ൽ 3 ടേംസ്. നൗ കംസ് ടു ദ 5. 5 ആകുമ്പോൾ ഇറ്റ് സെൽഫ് ഡിവിഷൻ, then it divides 10, then it divides 20, then it divides 25. Now next element is 10. 10 does not divide 12, so 10 divides 20, 10 divides itself. Now here comes one more is there, it is 12. 12 divides itself only, and also 20 divides 20 and 25 divides 25. So these are the relations we are defining here. Now in this relation, അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഹേസ് ഡയഗ്രാം എടുക്കണം. അപ്പോൾ ആ ഹേസ് ഡയഗ്രാം എടുക്കാൻ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ് മീ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പേജ്. അപ്പോൾ ഹേസ് ഡയഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ അതൊരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം ഡയറക്റ്റഡ് ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് വേണം നമ്മൾ കാൽക്കുലേഷനിലോട്ട് പോകാൻ. സോ സീ ഹിയർ ഐ ഹാവ് ഡ്രോൺ ദ ഡയഗ്രാം. ഇതാണ് ഡയറക്റ്റഡ് ഗ്രാഫ്. സോ ദിസ് ഗ്രാഫ് ഈസ് ദ ഡയഗ്രാഫ്. സോ ഞാനിപ്പോൾ ഡയഗ്രാഫിൽ എത്തിയിട്ടുണ്ട്. ഈ ഡയഗ്രാഫിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത്. 2, 4, 12 എന്ന് 5, 10, 15 പിന്നെ 25 ഇപ്പുറത്തെ സൈഡ് എടുത്തു. കാരണം 25 is not related with any of the element. പിന്നെ ആദ്യം സെൽഫ് ലൂപ്പ് വരയ്ക്കുക. വരച്ചതിന് ശേഷം എന്താ 2, 2, 2, 4, 2, 12, then 2, 5 ഇല്ല, 2, 10, 2, 20. 2 is not related with 25. then 4ൽ 3 എണ്ണം വരുന്നുണ്ട്. ഏതൊക്കെയാണ്? 4, 4 പിന്നെ 4, 12 പിന്നെ വരുന്നത് 4, 20. അപ്പോൾ 4, 4, 4, 12, 4, 20. നെക്സ്റ്റ് വൺ ഇസ് 5. 5 ആകുമ്പോൾ 5, 5 വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 5 to 10 വരുന്നുണ്ട്. ദെൻ 5 to 25 വരുന്നുണ്ട്. അടുത്തത് 5 to 20യും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എക്സ്ട്രാ, അതായത് നമുക്ക് വരയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കർവി എഡ്ജസ് നമുക്ക് കൊടുക്കാം. വി ക്യാൻ ഡ്രോ ദ കർവി എഡ്ജസ്. ദാറ്റ് ഈസ് ഓൾസോ ആൻ എഡ്ജ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് മീൻസ് ദാറ്റ് ദിസ് ഇസ് നോട്ട് എ ലൂപ്പ്. ഇത് ലൂപ്പല്ല ഒരിക്കലും. നൗ ഇനി നമുക്കിപ്പോൾ ഡയഗ്രാഫ് കിട്ടിക്കഴിഞ്ഞു. ഈ ഡയഗ്രാഫിൽ നിന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം ലൂപ്സ് എല്ലാം റിമൂവ് ചെയ്യുക. ലൂപ്സ് എല്ലാം റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് ഏതാ? നമുക്ക് ഈ ഒരു ഗ്രാഫ് വരും. ആ ഗ്രാഫ് വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ട്രാൻസിറ്റീവ് എഡ്ജസ് റിമൂവ് ചെയ്യണം. ട്രാൻസിറ്റീവ് എഡ്ജസ് ഏതൊക്കെയാണ് നോക്കിക്കേ. 2 to 4, 4 to 12 ആണ് ഒരു എഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ 2, 12നെ നമുക്ക് റിമൂവ് ചെയ്യാം. അടുത്തത് 2 to 4, 4 to 20 വരുന്നുണ്ട്. അതിൽ 2, 20 നമുക്ക് റിമൂവ് ചെയ്യാം. അടുത്തത് 5 to 10, 10 to 20 വരുന്നുണ്ട്. സോ ദെയർഫോർ 5, 20 നമുക്ക് അതും റിമൂവ് ചെയ്യാം. അങ്ങനെ 3 എഡ്ജസ് നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. 1, 2 and 3. ഈ 3 എഡ്ജസ് റിമൂവ് ചെയ്താൽ ബാക്കി വരുന്ന എഡ്ജസിനെ എടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഹേസ് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാം. ആ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുമ്പോൾ ഫ്രം ദ സ്മോളസ്റ്റ് ടു ബിഗസ്റ്റ് ആയിരിക്കണം. പിന്നെ ആരോ മാർക്സ് എല്ലാം റിമൂവ് ചെയ്ത് കളയുക. ആരോ മാർക്സ് റിമൂവ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഗ്രാഫ് ഇതാണ്. ഈ ഗ്രാഫ് കിട്ടിയതിന് ശേഷം നമുക്ക് മാക്സിമൽ എലമെൻറ്റും മിനിമൽ എലമെൻറ്റും നോക്കാം. ആ മാക്സിമൽ എലമെൻറ്റ് നോക്കുന്നത് എങ്ങനെയാണ്? അതിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു എലമെൻറ്റ്, അതായത് 2 is related to 4, അതായത് 2ൽ നിന്ന് 4 ഉണ്ട്. 2ൻ്റെ മുകളിൽ 4 ഉണ്ട്. 4ൻ്റെ മുകളിൽ ഏതാ ഉള്ളത്? 12 ഉണ്ട്. ദെൻ ഹിയർ ഇവിടെ നോക്കുമ്പോൾ 5 is connected with 10. 10 വീണ്ടും 20ക്ക് കണക്റ്റഡ് ആണ്. പക്ഷേ 20 is not connected with any other elements. അതിൻ്റെ മുകളിൽ വേറൊരു ഹയസ്റ്റ് എലമെൻ്റ് ഇല്ല. 12 is also not related with any other elements. Here also 25 is there. 25 is also not related with any elements. That means the maximal element ഏതൊക്കെയാണ്? 12, 20,
25. So other than that, ഇതിനകത്തുനിന്ന് വേറെ ഒരു എലമെൻറ്റുമായിട്ടും ഇവർ കണക്റ്റഡ് അല്ല, അതിൻ്റെ മുകളിൽ വേറൊരു എലമെൻറ്റുമായിട്ട് അവർ കണക്റ്റഡ് അല്ല എന്നുള്ളത് കൊണ്ട് ദിസ് ഈസ് ദ മാക്സിമൽ എലമെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മാക്സിമൽ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ മോർ ദാൻ വൺ എലമെൻറ്റ്, ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഈ സെറ്റിനകത്ത് വരാം. അപ്പോൾ നമ്മൾ അതും കൂടി എടുക്കുന്നു. ഇനി എന്താ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിനിമൽ എലമെൻറ്റ്. മിനിമൽ എലമെൻറ്റ് ആകുമ്പോൾ 12ന് താഴെ 4 ഉണ്ട്, 4ന് താഴെ 2 ഉണ്ട്, പക്ഷെ 2ന് താഴെ വേറൊരു കണക്ഷൻ ഇല്ല. So you can take this. Now 20 is connected to 10, 10 is connected to 5. So അതുപോലെ തന്നെ 25 is connected to 5. പക്ഷെ 5 ഇനി ഒരു എലമെൻറ്റുമായിട്ട് കണക്റ്റഡ് അല്ല, 5 2മായിട്ടും കണക്റ്റഡ് അല്ല. So therefore we can say the minimal element is 2 and 5. This is the Hasse diagram. So in this Hasse diagram we can find the maximal element and minimal element. Remember that maximal element can contain more than one elements. Now next example, see here, if A is equal to 1, 2, 4, 8, here R is the exactly divides relation that is applied to the set A. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ഫസ്റ്റ് R ഡിഫൈൻ ചെയ്യാം. R equal to 1, 1, 2, 2, 4, 4, 8, 8. പിന്നെ അത് കഴിഞ്ഞാൽ എന്താ? 1, 2, 1, 4, 1, 8, then 2, 4, 2, 8, 4, 8. Now the diagram എത്തുമ്പോഴത്തേനും നമുക്ക് ഈ ഡയഗ്രാഫിൽ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? ആ ഡയഗ്രാഫിൽ നമ്മുടെ റിലേഷൻസ്, അതായത് ഈ റിലേഷൻസ് എല്ലാം ട്രൂ ആണ്. അപ്പോൾ ഇത് എന്താണ്? A, R എന്ന് പറയുന്നത് ഒരു പോസ് സെറ്റ് ആണ്. റിമെമ്പർ ദാറ്റ് A, R ഇസ് എ പോസ് സെറ്റ്. അപ്പോൾ R ഇസ് ഈക്വൽ ടു നമ്മൾ ഡിഫൈൻ ചെയ്തല്ലോ. ഇനി നമ്മൾ റിഫ്ലെക്സീവ് ആണോ? ആണ്. ആൻറ്റി സിമെട്രിക് ആണോ? യെസ്. 1 ഇസ് റിലേറ്റഡ് ടു 2, 2, 1 ഇല്ല, അപ്പോൾ ആൻറ്റി സിമെട്രിക്. 4, 1 ഇല്ല, 8, 1 ഇല്ല, 4, 2 ഇല്ല, 8, 2 ഇല്ല, 8, 4 ഇല്ല. So therefore it is anti-symmetric. Now transitive also is true for the steps. So now next comes next step, remove all the self loop. You will get a graph like this. Then you have to draw the transitive edges. കാരണം ഞാൻ ഇത്രയും സ്പീഡായിട്ട് പോകാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നേരത്തെ തന്നെ ഹേസ് ഡയഗ്രാമിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഇസ് ദ സെക്കൻഡ് വീഡിയോ അതിനകത്ത് വരുന്നത്. പക്ഷേ സിൻസ് യു ആർ നോട്ട് ക്ലിയർ വിത്ത് ദിസ്, ഐ എം എക്സ്പ്ലൈനിങ് ദിസ് വൺസ് മോർ. സോ നൗ ഹിയർ 1 to 2, 2 to 8 വരുന്നുണ്ട് ഒരു എഡ്ജ്. അപ്പോൾ 1 to 8 നമുക്ക് റിമൂവ് ചെയ്യാമല്ലോ. അടുത്തത് 1 to 4 വരുന്നുണ്ട്, പിന്നെ 4 to 8 വരുന്നുണ്ട്. സോ വി ക്യാൻ റിമൂവ് 1, 8. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് 1, 8. Now 2 to 4 and 4 to 8 is there. Now we can remove 2, 8. And one more thing is 1 to 2, 2 to 4 is there. Then we can remove 1, 4. So totally 3 edges you can remove. 1, 8, 2, 8 and 1, 4. So we shall remove all these 3 edges so that you will get a graph like this: 1 to 2, 2 to 4, 4 to 8. Now you draw the Hasse diagram. Hasse diagram means remove all the directed edges and arrow marks and write in from the lowest to the highest. So 1, 2, 4, 8 in that, which is the maximal element. 8 is the maximal element. അതിന് മുകളിൽ വേറൊരു എലമെൻറ്റ് ഇല്ല. അപ്പോൾ ഈ 8 എന്ന് പറയുന്നത് വേറൊരു എലമെൻറ്റുമായിട്ട് കണക്റ്റഡേ അല്ല, ഇതേ സെറ്റിനകത്തുള്ള വേറെ എലമെൻറ്റ്സുമായിട്ട് കണക്റ്റഡ് അല്ല. സോ ദിസ് ഈസ് ദ മാക്സിമൽ എലമെൻറ്റ് ആൻഡ് സി ഹിയർ 1 ഈസ് ദ മിനിമൽ എലമെൻറ്റ്. സോ ഫ്രം ദ ഹേസ് ഡയഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. ആൻഡ് ഓൾസോ now here these are some another examples. So ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഫൈൻഡ് ദ മാക്സിമൽ ആൻഡ് ദ മിനിമൽ എലമെൻറ്റ്. സോ ഞാൻ ഇതിൻ്റെ ഹേസ് ഡയഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യുന്ന കാൽക്കുലേഷൻ ഞാനിവിടെ ചെയ്യുന്നില്ല, പകരം ഞാനിവിടെ ഹേസ് ഡയഗ്രാം ആൻസർ ഞാനിവിടെ തരാം. സോ ഫസ്റ്റ് സെറ്റിൽ ഹേസ് ഡയഗ്രാം എന്ന് പറയുന്നത് യു വിൽ ബി ഗെറ്റിംഗ് എ ഹേസ് ഡയഗ്രാം ലൈക്ക് ദിസ്. ക്വസ്റ്റ്യൻ നമ്പർ 1 വരുന്ന ഹേസ് ഡയഗ്രാം 12, 6, 2, 3 like this. Now you will get a Hasse diagram like this. In this Hasse diagram, which is the maximal element? Now see here, the maximal element can be which value?
which is the maximal element? See here, 12 is connected. Other than that, there is no element. 385 is also connected, but 35 we can't take it, and also 6 is also not possible. So therefore the answer is 12,385. Now the next one is minimal element. Which are the minimal elements? So here we ഇവിടെ ഒന്നിൽ കൂടുതൽ ഒരുപാട് minimal elements വരുന്നുണ്ട് അല്ലേ? അത് ഏതൊക്കെയാണ്? 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 5, 7, 11. These are the minimal elements for this Haze diagram. Now next question. Second questionലെ Haze diagram എന്ന് പറയുന്നത് 2, 3, 5, 7. It denotes the relation exactly divides. So this is the question. In this question also, the Haze diagram will be in this format. 2, 3, 5, 7. So you'll be having like this only the Haze diagram. So ഇതിൽ മാക്സിമൽ എലമെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് മാക്സിമൽ എലമെൻറ്റ്, ബിക്കോസ് ദർ ഇസ് നോ എഡ്ജസ്. കാരണം റിലേഷൻ കണക്റ്റിംഗ്, റിലേഷൻ 2 does not divide 3, 2 does not divide 5, 2 does not divide 7, and also 3 cannot divide 5, 3 cannot divide 7, 5 cannot divide 7, 5 cannot divide 3, 5 cannot divide 2. അപ്പോൾ നമുക്ക് ഗ്രാഫ് എന്ന് പറയുന്നത് വെറും എന്താണ്, ഡോട്ടഡ് പോയിൻറ്റ്സ് മാത്രമേ വരുള്ളൂ, എഡ്ജസ് ഇല്ല. അപ്പോൾ ഇതൊരു ഗ്രാഫ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ് ഈസ് എ ഗ്രാഫ്. സോ ഇറ്റ് ഈസ് എ ഗ്രാഫ് വിത്ത് ഓൺലി ദ വെർട്ടെക്സ് സെറ്റ് ആൻഡ് എഡ്ജസ് ഓർ ദ എം ടി സെറ്റ്. അത് നിങ്ങളെല്ലാവരും ഓർക്കുക. ഇത് എന്താണ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വെർട്ടെക്സിനകത്ത് ഈ ഗ്രാഫിൽ വെർട്ടിസസ് മാത്രമേ ഉള്ളൂ, എഡ്ജസ് ഇല്ല. സോ ദെയർഫോർ ഇറ്റ് ഈസ് then also it is a graph. So therefore here the maximal element is, remember that the maximal element is equal to 2, 3, 5, 7 itself, and also minimal element എന്ന് പറയുന്നത് ഏതാണ്? ഇത് തന്നെയാണ് maximal element, ഇത് തന്നെയാണ് minimal element. So therefore maximal element is 2, 3, 5, 7. Minimal element is also 2, 3, 5, 7. So this is the answer for these two questions. അപ്പോൾ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പക്ഷേ അതിലെല്ലാത്തിലും റിലേഷൻ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ആർ ഡിനോട്ട്സ് ദ റിലേഷൻ എക്സാക്ട്ലി ഡിവൈഡ്സ് എന്നുള്ള റിലേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഗ്രാഫ്, പക്ഷേ ഞാൻ ഈ ഹേസ് ഡയഗ്രാമിൻ്റെ കാൽക്കുലേഷൻസ് ഒന്നും തന്നെ ഇവിടെ തന്നിട്ടില്ല, ജസ്റ്റ് ഡയറക്ട്ലി ദ ആൻസർ. സോ ദിസ് ഇസ് ദ ഹേസ് ഡയഗ്രാം. ഫ്രം ദ ഹേസ് ഡയഗ്രാം വി ആർ കാൽക്കുലേറ്റിംഗ് ദ മാക്സിമൽ എലമെൻറ്റ് ആൻഡ് ദ മിനിമൽ element here. So this is the construction of these. So for example, if suppose I give you a graph like this, I can also give you some of the Haze diagram graphs in these following Haze diagram. So first let me take this as A, B, C, D, and another graph B, C, D, E, F, G, H. A, B, C, D, E, F, G. ഇപ്പോൾ ഞാനിവിടെ 3 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. So this is the first example, this is the second example, and this is the third example. So these are the Haze diagrams. ഇത് മറക്കരുത്, these are the Haze diagrams. So from this Haze diagram, can you say that which is the maximal element and which is the minimal element? Can you trace out the maximal element? So now here the maximal element is the element which occurs at the top. So which occurs at the top? It is A and C. So first one വരുന്നത് എന്താണ്? A, C. So minimal element is, its minimal element എന്ന് പറയുമ്പോൾ ഏറ്റവും ലോവസ്റ്റിൽ വരുന്നത്, that is equal to D. Now ഇനി അടുത്ത എക്സാമ്പിളിൽ മാക്സിമൽ എലമെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? See here, A is connected to C, C is connected to E, E is connected to F, but F is not connected to any other elements. Again now A is connected to C, C is connected to G, G is connected to H, H is not connected with any other elements. Now here എന്താണ് പിന്നെ വരുന്നത്? So the maximal element ഏതൊക്കെയാണ്? അപ്പോൾ ഇത് നമുക്ക്
ലോവസ്റ്റ്. സോ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ചെയ്ത് നോക്കാം. ഹേസ് ഡയഗ്രാമിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ വരുന്നത് എഫ് ആൻഡ് എച്ച് ഓർ ദ മാക്സിമൽ എലമെൻറ്റ് ആൻഡ് ദ മിനിമൽ എലമെൻറ്റ് ഇസ് എ ബി ഡി. Now here in this graph the maximal element is E, F, G and the minimal element is A, P. So these are some of the examples in maximal element and the minimal element. So here നിങ്ങൾ ഇതിനകത്ത് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതെല്ലാം കൂടി നിങ്ങൾ നോക്കുക. Let me try to find out the solution for this. And also one more question. ഇതിൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഹേസ് ഡയഗ്രാം ചെയ്തിട്ടില്ല. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. Have it as an exercise. You try that. Okay. Okay students. Thank you.